AR സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ ഡയറ്റീഷ്യനാണ് നമ്മുടെ കൂടെ ഉള്ളത്, മിസ്സസ് ആംന കമറു. നമുക്ക് മാഡത്തിനോട് ചോദിക്കാം എന്താണ് ഡയറ്റ് എന്നുള്ളത്. മാഡം, ഡയറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ്, വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഡയറ്റ് ചെയ്യുന്നത്. വെയിറ്റ് ലോസ് കൂടാതെ ഒരു ഡയറ്റ് നമ്മളുടെ ഒരു ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് പറയാമോ? ഒരു ഹെൽത്തി ബാലൻസ് ഡയറ്റിന്റെ റെലവൻസ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ലൂസിങ് വെയിറ്റ്. നമ്മളുടെ ബോഡിയുടെ ഓവറോൾ ഹെൽത്തിനും ഓവറോൾ വെൽബീയിങ്ങിനും നമ്മുടെ ഓർഗൻസിന്റെ പ്രോപ്പർ ഫംഗ്ഷനും നമ്മുടെ ഹോർമോൺ ഹെൽത്ത്, ഗട്ട് ഹെൽത്ത്, എല്ലാത്തിൻ്റെയും ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ ഒരു വെയിറ്റ് ലോസ് എല്ലാവരും കോറിലേറ്റ് ചെയ്യുന്ന ഒരു വാക്ക് ഡയറ്റ് ഇസ് ഈക്വൽ ടു വെയിറ്റ് ലോസ്, അങ്ങനെയല്ല. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ്ഡ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മളെ റുട്ടീനിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എനർജി ലെവൽസിൽ വ്യത്യാസം ഉണ്ടാവും, നിങ്ങളുടെ മൂഡ് ലെവൽസിൽ വ്യത്യാസം ഉണ്ടാവും, നിങ്ങൾക്ക് ആരോഗ്യത്തിൽ, അതായത് ഡിസീസ് പ്രിവെൻഷൻ, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പല ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വരുന്നത് നമ്മളെ ഡയറ്റിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ്. അപ്പൊ അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു വെയിറ്റ് ലോസ് മാത്രം ആവരുത്, അല്ല, അത് മാത്രമല്ല ഇതിന്റെ ഒരു ഗോൾ ആയിട്ടുള്ളത്. മാം പറഞ്ഞല്ലോ ഒരു ബാലൻസ് ഹെൽത്തി ഡയറ്റ്. ഈ ബാലൻസ് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു നോർമൽ ഫാമിലിയിലുള്ള ഒരു ഫാമിലി മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലൻസ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊക്കെ ഭക്ഷണങ്ങളാണ്? അതിന്റെ സമയത്തിന് എന്തെങ്കിലും ക്രമീകരണങ്ങളുണ്ടോ? ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും ക്രമീകരണങ്ങളുണ്ടോ? ഒരു ബാലൻസ്ഡ് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ അവരുടെ എല്ലാ നീഡ്സും കൺസിഡർ ചെയ്തിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ഈറ്റിംഗ് പാറ്റേൺ ആണ്. അതായത് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മുടെ ബോഡി കമ്പോസിഷൻ, നമ്മളുടെ എക്കണോമിക് സ്റ്റേറ്റസ്, എല്ലാ ഫാക്ടേഴ്സും നോക്കിയിട്ട് നമ്മളെ എല്ലാ മാക്രോ ന്യൂട്രിയൻറ്റും ഒന്നിനെയും മാറ്റി നിർത്താതെ നമ്മളുടെ ബോഡിക്ക് ആവശ്യമുള്ള കാർബ്സ്, നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസ്, നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഹെൽത്തി ഫാറ്റ്സ്, ഫൈബർ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ഈറ്റിംഗ് പാറ്റേൺ ആണ് ഒരു ബാലൻസ്ഡ് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഹോൾ ഗ്രെയിൻസും ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻസും ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഒന്നിനെ നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല. ഈവൻ നമ്മളെ അൺഹെൽത്തി ആണെന്ന് കൺസിഡർ ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാവില്ല, ഇപ്പോൾ ജങ്ക് ഫുഡ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡെസേർട്സ് ആയിക്കോട്ടെ, അതൊക്കെ മോഡറേഷനിൽ എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ ഒന്നിനെ മാറ്റി നിർത്താതെ പോർഷൻ കൺട്രോൾ ചെയ്ത് മോഡറേഷനിൽ അതൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫോളോ ചെയ്യുക. കാരണം ഇങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ള സാധനം കുറേ നാളത്തേക്ക് മാറ്റി നിർത്തുമ്പോൾ അതൊരു ഒരിക്കലും ഒരു സസ്റ്റൈനബിൾ ഈറ്റിംഗ് പാറ്റേൺ ആവില്ല. നമുക്ക് മെന്റലി അത് ഇഷ്യൂസ് ഉണ്ടാക്കും. അതൊക്കെ പോർഷൻ കൺട്രോളിൽ നമ്മൾ എൻജോയ് ചെയ്ത് അങ്ങനെ ഒരു ഈറ്റിംഗ് പാറ്റേൺ ആണ് ഒരു ബാലൻസ്ഡ് ഹെൽത്തി ഡയറ്റ്. ഇതൊരു ലോങ്ങർ റണ്ണിൽ നമ്മളുടെ അസുഖങ്ങളെ പ്രതിരോധിക്കാനും നമ്മൾക്ക് ആവശ്യത്തിന് എല്ലാ ന്യൂട്രിയൻസും നമ്മളെ ബോഡിയിൽ കിട്ടുന്നത് ഉറപ്പുവരുത്താനും ഈ ഒരു ബാലൻസ്ഡ് ഹെൽത്തി ഡയറ്റ് സഹായിക്കും. അപ്പൊ എല്ലാവരും ഒരു ബാലൻസ്ഡ് ഹെൽത്തി ഡയറ്റ് തന്നെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫാറ്റ് ഡയറ്റ്സിന്റെ പിന്നാലെ പോവാതെ ഷോർട്ട് കട്ട്സിനും ഷോർട്ട് ടേം റിസൾട്ട്സിനും വേണ്ടിയിട്ട് നമ്മളുടെ ഹെൽത്ത് റിസ്ക് ചെയ്യാതെ ശ്രദ്ധിക്കും. മാഡം, ഇപ്പൊ ഫാറ്റ് ഡയറ്റ്സ് എന്ന് പറഞ്ഞല്ലോ, ആക്ച്വലി അത് എല്ലാവരും കേൾക്കണം തന്നെ ഇല്ല, എനിക്കും അത് മനസ്സിലായിട്ടില്ല. എന്താണ് ഫാറ്റ് ഡയറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഫാറ്റ് ഡയറ്റ്സ് എന്ന് നമ്മൾ റെഫർ ചെയ്യുന്നത് ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് കുറെ ഈറ്റിംഗ് പ്ലാൻസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ സെലിബ്രിറ്റീസ് ഫോളോ ചെയ്ത് ഇത്ര കിലോ കുറഞ്ഞു, അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ വൈറലായിട്ട് വരുന്ന ഒരു കറന്റ് ടൈമിൽ ഒത്തിരി പോപ്പുലാരിറ്റി പിടിച്ചു പറ്റി അവര് കുറവ് സമയം കൊണ്ട് ഒത്തിരി വെയിറ്റ് ലോസ് ഒക്കെ ക്ലെയിം ചെയ്തുകൊണ്ട് സ്പ്രെഡ് ആവുന്ന ഒരു ഈറ്റിംഗ് പാറ്റേൺ ആയിരിക്കും. അപ്പൊ ഫാറ്റ് ഡയറ്റിന്റെ പൊതുവെ ഉള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒത്തിരി റെസ്ട്രിക്റ്റീവ് നേച്ചർ ആയിരിക്കും. അതായത് ഏതെങ്കിലും ഒരു എസെൻഷ്യൽ മാക്രോ ന്യൂട്രിയന്റ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടോ ലിമിറ്റ് ചെയ്തിട്ടോ ഒക്കെ ആയിരിക്കും വെയിറ്റ് ലോസ്. അല്ലെങ്കിൽ ഒരു മനുഷ്യന് ആവശ്യമുള്ള കലോറിനെക്കാട്ടും വളരെ കുറവ് കലോറിയിൽ കഴിക്കാൻ പറഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു ഫാറ്റ് ഡയറ്റ് ഉണ്ടാവുക. അപ്പൊ ഇത് ഷോർട്ട് ടേം റിസൾട്ട്സിന് ആൾക്കാർക്ക് കൊടുക്കും. ബിക്കോസ് നമ്മൾ അത്രയും കലോറി കുറവ് കഴിക്കുമ്പോഴോ ഏതെങ്കിലും ഒരു മാക്രോ ന്യൂട്രിയന്റ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നമ്മളെ ബോഡിയിൽ റിസൾട്ട് ഉണ്ടാവും. പക്ഷേ ഓൺ ദ ലോങ്ങർ റൺ ഇത് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഭയങ്കര വലുതാണ്. നമ്മൾ പ്രോസ് ആൻഡ് കോൺസ് വെയ് ചെയ്യുമ്പോൾ കോൺസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ എപ്പോഴും ഗോ ഫോർ എ ഹെൽത്തി ബാലൻസ് ഡയറ്റ്. ഫാറ്റ് ഡയറ്റിന്റെ പിന്നാലെ പോവാതിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് ട്രെൻഡിങ് ആയിരുന്നു കീറ്റോ ഡയറ്റ്. എല്ലാവരും കീറ്റോ ഡയറ്റ് ചെയ്യും. അപ്പൊ കീറ്റോ ഡയറ്റ് ആക്ച്വലി ഒരു ഫാറ്റ് ഡയറ്റുമാണ്, ഒരു തെറാപ്യൂട്ടിക് ഡയറ്റിൽ പെടുന്നത് തന്നെയാണ്. പക്ഷെ അതൊരു സ്പെസിഫിക് ഡിസീസ് കണ്ടീഷന് വേണ്ടിയിട്ട് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റ്. അത് സാധാരണ ആൾക്കാർ വെയിറ്റ് ലോസിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നാളുകൾ അവർക്ക് റിസൾട്ട് കാണിക്കും. പക്ഷെ ഓൺ ദ ലോങ്ങർ റൺ അവർക്ക് ഹൈപ്പർ കൊളസ്ട്രോളീമിയ അല്ലെങ്കിൽ യൂറിക് ആസിഡ് എലിവേറ്റഡ് ആയിട്ട് കാണിക്കും, കിഡ്നി സ്റ്റോൺസ് ഒക്കെ ഉണ്ടാക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണിക്കും. അപ്പൊ എന്തുകൊണ്ടും എപ്പോഴും ഹെൽത്തിയും സസ്റ്റൈനബിൾ ആയിട്ടുള്ളത് ഒരു ബാലൻസ്ഡ് ഹെൽത്തി ഡയറ്റ് ആണ്. ആസ് എ ഡയറ്റീഷ്യൻ എന്റെ ജോബ് ഇസ് ടു അഡ്വക്കേറ്റ് ഫോർ ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ്. ഒരു സാധാരണക്കാരൻ എപ്പോഴാണ് ആക്ച്വലി ഒരു ഡയറ്റീഷ്യന്റെ അടുത്ത് വരേണ്ടത്? ഇപ്പോൾ ഡയറ്റീഷ്യനെ കാണേണ്ട ഒരു ആവശ്യം ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്?
ഒബ്വിയസ്ലി ഉണ്ടാവും. കാരണം അവർക്ക് എന്തെങ്കിലും ഡയബറ്റീസ് വരുമ്പോഴോ വെയിറ്റ് കുറയ്ക്കാനോ കൊളസ്ട്രോൾ കൂടുമ്പോഴോ ഒക്കെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം മെഡിസിൻസിനേക്കാൾ ഉപരി നമ്മളുടെ ഫുഡിന്റെ കാര്യം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഹെൽപ്പ് തീർച്ചയായിട്ടും സാധാരണക്കാരന് നല്ല ഏതൊരു മനുഷ്യനും ആവശ്യം വരും.